കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ നഷ്ടക്കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർ പ്രസ് മീറ്റിൽ പല കാര്യങ്ങളും പറഞ്ഞത്. എന്നാൽ ഈ പ്രൊഡ്യൂസർമാരെല്ലാം മലയാള സിനിമയുടെ പഴയകാലത്ത് വമ്പൻ സിനിമകൾ സമ്മാനിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ള പ്രൊഡ്യൂസർമാരെ ഒന്നും നമ്മൾ കണ്ടതുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരുടെ പ്രശ്നം പടം പരാജയപ്പെടുന്നതോ പ്രൊഡ്യൂസർ നഷ്ടത്തിലായി വീട്ടിൽ നിന്ന് പട്ടിക്കൂട്ടിലേക്ക് മാറുന്നതോ അല്ല. പക്ക ഈഗോ ക്ലാഷ് ആണ് നടക്കുന്നത്. കൈ നനയാതെ മീൻ പിടിക്കണം എന്ന ലൈനാണ് ഈ അമ്മാവന്മാർക്ക്. കഴിഞ്ഞ ഒരു 3-4 വർഷം എടുത്താൽ മലയാള സിനിമയുടെ സ്കെയിൽ വല്ലാതെ മാറിയിട്ടുണ്ട്. മിക്ക സിനിമയ്ക്ക് വരുന്ന ബജറ്റ് തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗുണം എന്താണ് എന്ന് വെച്ചാൽ ഇതിലെ ബാക്ക് ചെയ്യാൻ അൻവർ റഷീദ്, ഷരീഫ് മുഹമ്മദ്, വൈശാഖ് സുബ്രഹ്മണ്യം, സോഫിയ പോൾ, ആഷിഖ് ഉസ്മാൻ തുടങ്ങിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് റെഡിയാണ്. അവരൊക്കെ ഇതിനെ പക്ക കോർപ്പറേറ്റ് ബിസിനസ്, ടോട്ടൽ ബിസിനസ് ലെവലിലാണ് കാണുന്നത്. അതായത് ഷരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസർ ഒരു 30 കോടി എന്ന ബജറ്റ് മാർക്കോ എന്ന സിനിമയ്ക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പക്ക ബിസിനസ് രീതിയിലാണ് കാണുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടാൻ വേണ്ടി അതിനുള്ള പ്രൊമോഷൻ, മാർക്കറ്റിംഗ്, ടിക്കറ്റ് ബുക്കിംഗ് മുതൽ OTT ഡീൽ വരെ പ്രൊജക്ഷൻ ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ പടത്തിന്റെ ക്വാളിറ്റി കൂടുമെന്ന് മാത്രമല്ല, നല്ല ക്വാളിറ്റി പടം വരുന്നത് കൊണ്ട് ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ നടന്മാരും റെഡിയാണ്. അതാണ് പലരും പ്രതിഫലം പകുതി സിനിമയുടെ ടോട്ടൽ ബിസിനസിന്റെ ഷെയർ ചേർത്താൽ മതി എന്ന രീതിയിൽ തിരിയുന്നതും. ഇനിയാണ് ഇതിന്റെ രസം. ഇവിടെ അമ്മാവൻ സിൻഡ്രോംസ് ബാധിച്ച നരവന്ന പ്രൊഡ്യൂസേഴ്സ് ഇത്തരം ഒരു പ്ലാൻ അല്ലെങ്കിൽ ഹൈ ബജറ്റ് ചെയ്യാൻ റെഡിയല്ല. അവർക്ക് ചെറിയ ബജറ്റ് സിനിമ ചെയ്യണം, റിട്ടേൺ കിട്ടണം. അതിന്റെ പ്രോഡക്റ്റ് സ്കെയിൽ, സ്കോപ്പ് ഒന്നും താല്പര്യമില്ല. ഇവിടെയുള്ള പല അമ്മാവൻ പ്രൊഡ്യൂസർ 10 കോടി എന്ന് കേട്ടാൽ തന്നെ തലകറങ്ങി വീഴും. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമില്ല. ഇങ്ങനെ വന്നപ്പോൾ സിനിമക്കാരും ഇവരെ അടുപ്പിക്കാതെയായി. പുതിയ പ്രൊഡ്യൂസേഴ്സ് വെറും മെമ്പർഷിപ്പ് മാത്രം എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ അമ്മാവന്മാർക്ക് ഈഗോ അടിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ വന്ന പ്രാവിൻകൂട് 20 കോടി ബജറ്റ് ഉണ്ട്. പക്ഷേ അൻവർ റഷീദ് അത് എടുക്കാൻ തയ്യാറാണ്. പടം ബോക്സ് ഓഫീസ് ഓടിയില്ലേലും അൻവർ റഷീദ് ഒരിക്കലും വന്ന് കരയില്ല. കാരണം പ്രാവിൻകൂട് അദ്ദേഹം ടോട്ടൽ ബിസിനസ് ചെയ്തു, സേഫായി. ഇത് പോരാഞ്ഞിട്ട് അമ്മാവന്മാരെ മൊത്തം ഒഴിവാക്കുന്ന രീതിയിൽ സിനിമ ടെക്നീഷ്യൻസ് വരെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പ്ലാൻ ജെ, ഷരീഫ് മുഹമ്മദ്, ദിലീഷ് പോത്തന്റെ ഭാവന സ്റ്റുഡിയോസ്, സമീർ താഹിർ എന്നിവരൊക്കെ പ്രൊഡക്ഷൻ ടീമായി. സത്യം പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ് പോയിട്ട് സിനിമയുടെ സെറ്റിൽ വരെ ഇവരെ അമ്മാവൻസ് അടുപ്പിക്കാത്ത അവസ്ഥയായി. ഈ ഈഗോ ആണ് ഇപ്പോഴത്തെ ഇഷ്യൂ. ആന്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ, ആന്റോ ജോസഫ്, ജോബി ജോർജ് പോലുള്ള പാർട്ടികൾ മാത്രമാണ് സപ്പോർട്ട്. ചുമ്മാ ഉള്ളിലുള്ള ഈഗോ മാത്രമാണ് ഇപ്പോൾ മൈക്കിൽ പറയുന്ന പൊട്ടത്തരങ്ങളും ഇഷ്യൂ. അക്ഷയ് കരുൺ എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു ചർച്ചയാണ് ഈ പറയുന്ന വാക്കുകൾ. ഇങ്ങനെയും ചില കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂർ പോലും ബിഗ് ബജറ്റ് സിനിമകളാണ് എടുക്കുന്നത്. കുറച്ചു നാളായി അദ്ദേഹം ബിഗ് ബജറ്റുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതും. ആന്റണി പെരുമ്പാവൂർ പോലുള്ള നിർമ്മാതാവും മോഹൻലാലിനെ പോലുള്ള നടന്മാരും ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടേ എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ തന്നെ നടീനടന്മാരുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവർ കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത്. നടീനടന്മാർക്ക് കോടികൾ പ്രതിഫലം നിശ്ചയിച്ചത് നിങ്ങളെപ്പോലുള്ള നിർമ്മാതാക്കൾ തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുകയാണ്. ഒരു നല്ല തിരക്കഥയുമായി സിനിമയിൽ പിടിപാടില്ലാത്ത ഒരു പുതിയ തിരക്കഥാകൃത്ത് കഥ പറയാൻ ചെന്നാൽ കഥ കേട്ടതിന് ശേഷം ആരെ വെച്ച് ഇതെടുക്കും, ഇന്ന താരങ്ങളുടെ ഡേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് തിരിച്ചയക്കുന്നവരാണ് നിങ്ങൾ നിർമ്മാതാക്കൾ. ഇപ്പോൾ പറയുന്നതും ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നതുമെല്ലാം വെറും ഗീർവാണങ്ങൾ മാത്രം. സിനിമയോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാരോടുള്ള മാടമ്പിത്തരം ആദ്യം നിർത്തണം. സിനിമകൾ എങ്ങനെ നന്നായി എടുക്കാം എന്നതല്ല നിങ്ങളുടെ ആവശ്യം. താരങ്ങളുടെ പ്രതിഫലം മാത്രമാണ് നിങ്ങളുടെ വിഷയം. കഴിഞ്ഞ മാസം 28 സിനിമ ഇറങ്ങിയെന്ന് പലരും അറിയുന്നത് ഇവരുടെ ലിസ്റ്റ് കണ്ടിട്ടാണ്. എന്നിട്ടും താരങ്ങൾക്ക് കുറ്റം. അതിലൊന്നും 4 പേർ അറിയുന്ന ഒരു താരം പോലും ഇല്ല എന്നത് സത്യം. സിനിമകൾ 8 നിലയിൽ പൊട്ടിയാലും പിറ്റേ ദിവസം തന്നെ കേക്ക് മുറി നിർബന്ധമാണ്. തൊട്ടടുത്ത ദിവസം സക്സസ് ടീസറും. പോരാതെ തിയേറ്ററിലെ റിവ്യൂ വേട്ടാവളിയന്മാരുടെ വക ഒടുക്കത്തെ തള്ളും. ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും 8 നിലയിൽ പൊട്ടുന്ന ധ്യാൻ ശ്രീനിവാസനെ വെച്ച് തുടരെ ചിത്രങ്ങൾ ചെയ്യാൻ നിങ്ങൾ നിർമ്മാതാക്കളുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ താല്പര്യമുണ്ട്. സിനിമാ പ്രതിസന്ധികൾ അകറ്റാൻ ഓരോരോ സിനിമകളുടെയും ജയവും പരാജയവും അളന്ന് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് അതിന് കൃത്യമായ വിശകലനം നടത്തണം. താരങ്ങളുടെ പ്രതിഫലത്തിന്റെ 50% മാത്രം കൊടുത്ത് ബാക്കിയുള്ളത് സിനിമയുടെ കളക്ഷനെ അടിസ്ഥാനമാക്കി എഗ്രിമെന്റ് എഴുതണം. ഓരോ താരങ്ങളും തിരിച്ചറിയണം തനിക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന്. അതും ഇതും പറഞ്ഞ് പ്രേക്ഷകനെ വിഡ്ഢിയാക്കാതെ ഈ മേഖലയിൽ നല്ല നയങ്ങൾ നടപ്പിൽ വരുത്തും. 150ഉം 200ഉം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് 200 രൂപയ്ക്ക് പോപ്കോണും വാങ്ങി 40ഉം 50ഉം രൂപയ്ക്ക് ചായയും വാങ്ങി കുടിച്ച് ഒരു സിനിമ കാണാൻ മാളുകളിൽ ഫാമിലി അടക്കം ചെല്ലുന്നവരാണ് ഇവിടുത്തെ സിനിമാ പ്രേക്ഷകർ. നിങ്ങൾക്ക് ഒരു ഉത്തരവുമില്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യാനാ? ആദ്യം സിനിമ ലോബികൾ നിർത്തലാക്കൂ. ഏതാനും കോക്കസുകളിലൂടെ മാത്രം സിനിമകൾ എടുക്കുന്ന രീതികൾ നിർത്തലാക്കൂ. തരംതിരിവില്ലാതെ കഴിവുള്ള പുതിയ കലാകാരന്മാരെയും സർവ്വ സിനിമ മേഖലയിലും വളർത്തിക്കൊണ്ടുവരും എന്ന വാക്കുകളുമായും പ്രേക്ഷകർ എത്തുന്നുണ്ട്.